നാറാണത്ത് ഭ്രാന്തൻ്റെ ദിവ്യത്വങ്ങൾ പറഞ്ഞാൽ വളരെയുണ്ട്. അദ്ദേഹത്തിൻ്റെ പതിവായിട്ടുള്ള പ്രവൃത്തി വലിയ കല്ലുകൾ ഉരുട്ടി മലയുടെ മുകളിൽ കൊണ്ട് ചെല്ലുകയും മുകളിലാവുമ്പോൾ കൈവിടുകയും കല്ല് സ്വയമേവ കീഴ്പോട്ട് ഉരുണ്ടു പോകുന്നത് കണ്ട് കൈകൊട്ടി ചിരിക്കുകയുമാണ്. ഇദ്ദേഹത്തിൻ്റെ ഉപജീവനം ഭിക്ഷയെടുക്കുക തന്നെയായിരുന്നു. കയ്യിൽ ഒരു ചെമ്പ് പാത്രമുണ്ട്. ഭിക്ഷയാചിച്ച് അന്നന്ന് കിട്ടുന്ന അരി മുഴുവനും വൈകുന്നേരമാവുമ്പോൾ എവിടെ എത്തുന്നുവോ അവിടെ വച്ച് സ്വയം പാകം ചെയ്തങ്ങ് കഴിക്കും. സ്വയം പാകം ഭക്ഷണമല്ലാതെ വേറെ പതിവില്ല. അത് ഒരു നേരമേ ഉള്ളൂ താനും. ഊണ് കഴിഞ്ഞാൽ അവിടെ തന്നെ കിടന്നുറങ്ങും. നേരം വെളുത്താൽ വീണ്ടും പുറപ്പെടും. ഉച്ചവരെ കല്ല് മലയിൽ ഉരുട്ടിക്കയറ്റും. പിന്നെ ഭിക്ഷയാചിക്കും. ഇങ്ങനെയൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ദിനചര്യ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം വൈകുന്നേരമായപ്പോൾ ഇദ്ദേഹം ഒരു ശ്മശാനത്തിൽ ചെന്നു ചേർന്നു. അത് ഒരു ശവദാഹം കഴിഞ്ഞ് ജനങ്ങളെല്ലാം പോയ ഉടനെ ആയിരുന്നതിനാൽ അവിടെ ധാരാളം തീയും മുറിക്കൊള്ളിയും ഉണ്ടായിരുന്നു. ഇത് കണ്ട് നാറാണത്ത് ഭ്രാന്തൻ സ്വയം പാകത്തിന് ഇവിടെ തന്നെ തരാം എന്ന് നിശ്ചയിച്ച് 3 കല്ലെടുത്ത് ആ പട്ടടയുടെ ഒരറ്റത്ത് തന്നെ അടുപ്പ് ഒന്ന് കൂട്ടി. അടുക്കലുള്ള നദിയിൽ നിന്ന് വെള്ളവും കൊണ്ടുവന്ന് അരിയും വെള്ളവും ഒരുമിച്ച് തന്നെ ആ ചെമ്പ് പാത്രത്തിൽ അടുപ്പത്ത് വെച്ച് കുറെ തീക്കനിൽ നീക്കി കൂട്ടി മുറിക്കൊള്ളികളും പെറുക്കി അടുപ്പിലിട്ടു. ഇടത് കാലിന്മേൽ കുറച്ച് മന്തുള്ളതിനാൽ ആ കാല് വലിച്ച് അടുപ്പ് കല്ലിന്മേൽ വെച്ചു. തീയും കാഞ്ഞ് മൂളിപ്പാട്ടും പാടി കുറേശ്ശെ ഉറക്കവും തൂങ്ങിയാടി അങ്ങനെ അവിടെ ഇരുന്നു. മഞ്ഞുകാലമായതിനാൽ തീ കായാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്ന നേരം ഒരു യാമം കഴിഞ്ഞപ്പോഴേക്കും ഭൂതപ്രേത പിശാചുക്കളോടും കൂടി ആർത്ത് തിമിർത്ത് ചുടലഭദ്രകാളിയുടെ വരവായി. അവരുടെ അട്ടഹാസങ്ങളും അലർച്ചകളുമൊക്കെ കേട്ടിട്ടും നാറാണത്ത് ഭ്രാന്തന് ഒരു കുലുക്കവും ഉണ്ടായില്ല. അവരെല്ലാവരും അടുത്ത് വന്നപ്പോൾ പണ്ടെങ്ങുമില്ലാത്ത വിധം അവിടെ ഒരു മനുഷ്യരിയ്ക്കുന്നത് കണ്ട് ആരാണ് അവിടെ വന്നിരിക്കുന്നത്, വേഗത്തിൽ എണീറ്റ് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ നാറാണത്ത് ഭ്രാന്തൻ പറഞ്ഞു, നിങ്ങൾക്കെന്താ കണ്ണില്ലേ? ഇവിടെ ഇരിക്കുന്നത് ആരാണെന്ന് കണ്ടുകൂടുന്നുണ്ടോ? ഞാനൊരു മനുഷ്യനാണ്. ഇപ്പോൾ പോകാൻ ഭാവമൊന്നുമില്ല. ഭദ്രകാളി പറഞ്ഞു, അതില്ലേ? എന്നാൽ ഞങ്ങൾ നിന്നെ പേടിപ്പിക്കും. അപ്പോൾ നാറാണത്ത് ഭ്രാന്തൻ പറഞ്ഞു, നിങ്ങൾ പേടിപ്പിച്ചാൽ ഞാൻ പേടിച്ചില്ലെങ്കിലോ? അപ്പോൾ ഭദ്രകാളി പറഞ്ഞു, നിങ്ങളെ പേടിപ്പിച്ചാൽ പേടിക്കാതെ അങ്ങനെ ആരെങ്കിലും ഉണ്ട്? ഞങ്ങൾ പേടിപ്പിച്ചാൽ പേടിക്കാതെ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഭ്രാന്തൻ പറഞ്ഞു, ആവോ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ, എന്നാൽ അറിയാമല്ലോ. ഇത് കേട്ടപ്പോൾ അവർക്ക് കോപം സഹിക്കവയ്യാതായിട്ട് എല്ലാവരും കൂടി തീക്കട്ട പോലെ ഇരിക്കുന്ന ആ കണ്ണുകൾ തുറിച്ചും മെഴിച്ചും രക്തവർണ്ണങ്ങളായി നാവുകളെ വളച്ച് കടിച്ചും ചന്ദ്രക്കല പോലെ വളഞ്ഞ വലിയ പല്ലുകളെല്ലാം പുറത്തേക്ക് തള്ളിച്ചും വലിയ അട്ടഹാസത്തോടു കൂടിയും നാറാണത്ത് ഭ്രാന്തനെ പേടിപ്പിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ നേരെ പാഞ്ഞു ചെന്നു. അദ്ദേഹം ഇത് കണ്ടിട്ട് യാതൊരു കൂസലും കൂടാതെ ചിരിച്ചും കൊണ്ട് അവിടെ തന്നെ ഇരുന്നു. ലവലേശം പേടിച്ചില്ല. അപ്പോൾ ചുടലഭദ്രകാളിയും ഭൂതങ്ങളുമെല്ലാം ലജ്ജ സഹിക്കവയ്യാതെ മുഖം താഴ്ത്തിക്കൊണ്ട് നിന്നു. അപ്പോൾ നാറാണത്ത് ഭ്രാന്തൻ ചോദിച്ചു, എന്താ പേടിപ്പിച്ച് കഴിഞ്ഞുവോ? ഭദ്രകാളി പറഞ്ഞു, അല്ലയോ മഹാനുഭവ, അങ്ങ് ഒരു സാധാരണ മനുഷ്യനാണെന്ന് വിചാരിച്ച് ഇങ്ങനെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തതാണ്. അവിടുന്ന് സാമാന്യനല്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതിനാൽ ഇതാ ഞങ്ങൾ ഒരു അപേക്ഷയുണ്ട്. അവിടുന്ന് കൃപയുണ്ടായി ഇവിടെ നിന്ന് ഒന്ന് മാറിത്തരണം. ഞങ്ങൾ ഈ ചുടലയിൽ ഒന്ന് നൃത്തം ചെയ്യുവാനാണ് വന്നത്. അങ്ങ് മാറിത്തന്നാലേ ഞങ്ങൾക്ക് നൃത്തം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നാറാണത്ത് ഭ്രാന്തൻ പറഞ്ഞു, നിങ്ങളിവിടെ ഒരറ്റത്ത് നൃത്തം വെച്ചോ, അതിന് ഞാൻ പോകണമെന്നുണ്ടോ? ഭദ്രകാളി പറഞ്ഞു, മനുഷ്യർ കാണുകയും ഞങ്ങൾക്ക് നൃത്തം ചെയ്യുക പറ്റത്തില്ല, അതിനാലാണ് ഇങ്ങനെ അപേക്ഷിക്കുന്നത്. അപ്പോൾ നാറാണത്ത് ഭ്രാന്തൻ പറഞ്ഞു, എന്നാൽ നൃത്തം നാളെ മതി. എത്ര അപേക്ഷിച്ചാലും ഇന്ന് ഞാൻ ഇവിടെ നിന്ന് പോവുകയില്ല. ഭദ്രകാളി പറഞ്ഞു, നൃത്തം നാളെ ആയാൽ പോരാ, ഇന്നാണ് പതിവ്. അപ്പോൾ ഭ്രാന്തൻ പറഞ്ഞു, എന്നാൽ പതിവ് പോലെ ആകട്ടെ, ഞാൻ പോയിട്ടുണ്ടാവുകയില്ല. എനിക്കും ചില പതിവുകളൊക്കെ ഉണ്ട്. തീയും വെള്ളവും കിട്ടുന്ന ദിക്കിൽ അരി വയ്ക്കുക, അരി വയ്ക്കുന്ന ദിക്കിൽ ഉണ്ണുക, ഉണ്ണുന്ന ദിക്കിൽ കിടക്കുക. ഇങ്ങനെയാണ് നമ്മുടെ പതിവ്. അതും വ്യത്യാസപ്പെടുത്തുകയില്ല. ഒരു വിധത്തിൽ ഇദ്ദേഹം ഒഴിഞ്ഞു പോവുകയില്ലെന്ന് തീർച്ചയായപ്പോൾ ഭദ്രകാളി പറഞ്ഞു, അല്ലയോ മഹാനുഭവ, അവിടെ നിന്ന് ഒരു വിധത്തിൽ സമ്മതിക്കായികയാൽ ഞങ്ങൾ തന്നെ ഒഴിഞ്ഞു പോയിക്കൊള്ളാമെന്ന് നിശ്ചയിച്ചു. എന്നാൽ മനുഷ്യരെ നേരിട്ട് കണ്ടുമുട്ടിപ്പോയാൽ അവരെ ശപിക്കുകയോ അനുഗ്രഹിക്കുകയോ ഒന്നും ചെയ്യാതെ പോകാൻ പാടില്ല.
ദിവ്യനായിരിക്കുന്ന അങ്ങേ ഞങ്ങൾ ശപിക്കണമെന്ന് വിചാരിക്കുന്നില്ല, അനുഗ്രഹിക്കണമെന്നാണ് ഞങ്ങളുടെ വിചാരം. അതിനാൽ അവിടേക്ക് ആഗ്രഹമുള്ളത് എന്താണെന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞു. അപ്പോൾ ഭ്രാന്തൻ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ അനുഗ്രഹമൊന്നും വേണ്ട, നിങ്ങൾ പൊയ്ക്കോ, എനിക്ക് ചോറ് കാലമായിരിക്കും, ഞാൻ ഉണ്ണട്ടെ. ഭദ്രകാളി പറഞ്ഞു, അയ്യോ അവിടെ നിന്ന് അങ്ങനെ പറയരുത്, ദയവുണ്ടായി എന്തെങ്കിലും ഒരു വരം ഞങ്ങളോട് വാങ്ങണം, അല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാൻ നിവർത്തിയില്ല. ഭ്രാന്തൻ, നാശ ഉപദ്രവമായിട്ട് തീർന്നല്ലോ, ആട്ടെ എന്നാൽ വല്ലതും ഒരു വരം വാങ്ങിച്ചേക്കാം, ഞാൻ എന്ന് മരിക്കുമെന്ന് നിങ്ങൾക്കറിയാവോ? അപ്പോൾ ഭദ്രകാളി പറഞ്ഞു, ഓഹ് ഇനി 36 സംവത്സരവും 6 മാസവും 12 ദിവസവും 5 നാഴികയും 3 വിനാഴികയും കഴിയുമ്പോൾ മരിക്കും. അപ്പോൾ ഭ്രാന്തൻ പറഞ്ഞു, എന്നാൽ അതുകൂടാതെ ഒരു ദിവസം കൂടി എനിക്ക് ജീവിച്ചിരുന്നാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്, അങ്ങനെ അങ്ങ് അനുഗ്രഹിക്കും, ഒരു ദിവസം അധികം എനിക്ക് ജീവിക്കണം. ഭദ്രകാളി, അത് ഞങ്ങൾ വിചാരിച്ചാൽ കഴിയുകയില്ല, ഒരു ദിവസമെന്നല്ല ഒരു മാത്ര സമയം കൂടി ആയുസ് തരാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. ഭ്രാന്തൻ പറഞ്ഞു, എന്നാൽ അത് വേണ്ട, നിങ്ങൾ പറഞ്ഞതിൻ്റെ തലേ ദിവസം ഞാൻ മരിച്ചാലും മതി, എന്നാൽ അങ്ങനെ അനുഗ്രഹിക്കുക. ഭദ്രകാളി പറഞ്ഞു, അതും ഞങ്ങൾക്ക് നിവർത്തിയില്ല. അപ്പോൾ ഭ്രാന്തൻ പറഞ്ഞു, എന്നാൽ നിങ്ങളുടെ അനുഗ്രഹം എനിക്കെന്തിനാണ്? നിങ്ങൾ വിചാരിച്ചാൽ ഒന്നും ചെയ്യുവാൻ കഴിയില്ലെന്ന് എനിക്കറിയാം, അതാണ് ആദ്യമേ എനിക്ക് നിങ്ങളുടെ അനുഗ്രഹമൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഭദ്രകാളി പറഞ്ഞു, അവിടുന്ന് കൃപയുണ്ടായി ഞങ്ങൾ വിചാരിച്ചാൽ കഴിയുന്നതായൊരു വരത്തെ വരിക്കണം. ഭ്രാന്തൻ പറഞ്ഞു, എന്നാലാവട്ടെ, ഈ ശനികളൊക്കെ ഇവിടെ നിന്ന് ഒന്ന് ഒഴിഞ്ഞു പോകുമല്ലോ, എൻ്റെ ഇടത്തെ കാൽമേലുള്ള മന്ത് വലത്ത് കാൽമേലാകെ അനുഗ്രഹിച്ചിട്ട് പൊയ്ക്കോളൂ, ഇത് നിങ്ങൾ വിചാരിച്ചാൽ കഴിയും. ഇത് കേട്ട് ചുടലഭദ്രകാളിയും മറ്റും സന്തോഷിച്ച് അപ്രകാരം അനുഗ്രഹിച്ചിട്ട് മറഞ്ഞുപോയി. അനുഗ്രഹപ്രകാരം മന്ത് വലത്ത് കാൽമേലാവുകയും ചെയ്തു. നാറാണത്ത് ഭ്രാന്തൻ ഊണും കഴിച്ച് അവിടെ തന്നെ കിടന്നുറങ്ങി. അരുണോദയമായപ്പോൾ എണീറ്റ് കല്ല് പിടിക്കാൻ പോവുകയും ചെയ്തു. ഈ കഥയിൽ നിന്ന് ഈശ്വരകൽപ്പിതത്തെ നീക്കാൻ ആര് വിചാരിച്ചാലും കഴിയുന്നതല്ലെന്ന് സ്പഷ്ടമാണ്.